ബോർഡുമ്പോൾ ഞാൻ വരച്ച് വെച്ചിട്ടുള്ള 3 ചിത്രങ്ങളൊന്നും ശ്രദ്ധിക്കുക. എക്സാമിന് ചോദിക്കുന്ന ഒരു ചോദ്യം തന്നെയാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് കൂടിയാണ്. പക്ഷേ നിങ്ങളത് നന്നായിട്ട് ശ്രദ്ധിച്ചെങ്കിൽ മാത്രമേ കിട്ടുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ അവിടെ എഴുതി വെക്കുന്നുണ്ട്. ഒന്ന് GDP. നമ്മൾ കുറേ ദേശീയ വരുമാനത്തിൻ്റെ മേഖല പറയുന്ന സമയത്ത് ആദ്യം മുതലേ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് GDP എന്ന് പറയുന്നത്. GDP മാത്രമല്ല, ചില രീതികൾ നമ്മളിപ്പോൾ പഠിച്ച സാധനങ്ങളാണ് NDP അല്ലേ, അതുപോലെ തന്നെ GNP ഉണ്ട്, അതുപോലെ തന്നെ NNP ഉണ്ട്, അതുപോലെ തന്നെ GDP-MP ഉണ്ട്, GDP-FC ഉണ്ട്. അങ്ങനെ പല രീതിയിൽ നമുക്ക് ഇനി പഠിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു സാധനമാണ്. അപ്പോൾ നമുക്കറിയാം ഇതിൻ്റെയൊക്കെ ഫുൾ എന്താണെന്നുള്ളത് മനസ്സിലാക്കുക. GDP ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്, NDP-ൻ്റെ എന്താണ് നെറ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്, GNP-ൻ്റെ ഫുൾ എന്താണ് ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ്, NNP-ൻ്റെ എന്താണ് നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ്. ഓക്കെ, അടുത്തത് GDP-MP ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് അറ്റ് മാർക്കറ്റ് പ്രൈസ്, GDP-FC എന്ന് പറയുമ്പോൾ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് അറ്റ് ഫാക്ടർ കോസ്റ്റ്. ഇതൊക്കെ ഓരോ മേഖലകളാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഒന്നാമത്തെ കാര്യം നോക്കുക, GDP ഇതിലത്തെ ഗ്രോസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. GDP അതിലത്തെ ഗ്രോസ്, ഈ ഗ്രോസിനെ നമ്മൾ എന്ത് ചെയ്യണം, നെറ്റ് ആക്കണം അഥവാ NDP ആക്കണം. ഇതിലിപ്പോൾ എന്തൊക്കെ മാറ്റങ്ങളുള്ളത് നമ്മൾ നോക്കുക. GDP എന്നുള്ളത് NDP ആയിട്ടുണ്ട്, ഗ്രോസ് എന്നുള്ളത് നെറ്റ് ആയിട്ടുണ്ട് അല്ലേ. ഗ്രോസിനെ നെറ്റ് ആക്കാൻ നമ്മൾ നേരത്തെ ദേശീയ വരുമാനം കണക്കാക്കുന്ന 3 രീതികൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നു NDP-നെ കുറിച്ചിട്ട്. അതൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്തിട്ടാണ് പോയിരുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഗ്രോസിനെ നെറ്റ് ആക്കാൻ, അതായത് GDP എന്നുള്ളതിനെ NDP ആക്കാൻ നമ്മൾ ഉപയോഗിച്ചിരുന്ന ഡിപ്രിസിയേഷൻ മൈനസ് ചെയ്യാൻ നമ്മൾ പറഞ്ഞിരുന്നത്. അത് തന്നെ ഗ്രോസിനെ നെറ്റ് ആക്കാൻ ഡിപ്രിസിയേഷൻ മൈനസ് ചെയ്താൽ മതി, അഥവാ GDP-യെ NDP ആക്കാൻ ഡിപ്രിസിയേഷൻ മൈനസ് ചെയ്താൽ മതി. നേരെ തിരിച്ച് NDP ആണ് നമുക്ക് തന്നിട്ടുള്ളത്, നമ്മോട് GDP ആക്കാനാണ് പറഞ്ഞത് എങ്കിൽ അതിനെന്ത് ചെയ്താൽ മതി, ഡിപ്രിസിയേഷൻ പ്ലസ് ചെയ്താൽ മതി. ഓക്കെ, ഇനി അതേപോലെ തന്നെ ഇത് ഡൊമസ്റ്റിക് ഉണ്ട്, നാഷണൽ ഉണ്ട്. ഡൊമസ്റ്റിക് എങ്ങനെയാണ്, GDP ആൻഡ് NNP. ഒന്ന് ജസ്റ്റ് നോക്കിയാൽ GDP NNP. GDP ആൻഡ് NNP. NNP എന്ന് പറഞ്ഞാൽ എന്താ, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ് എന്നാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ ഗ്രോസ് നെറ്റ് ആക്കാൻ എന്ത് ചെയ്താൽ മതി, ഡിപ്രിസിയേഷൻ മൈനസ് ചെയ്താൽ മതി. അതിൻ്റെ കൂടെ എന്ത് വേണം, ഡൊമസ്റ്റിക്കിനെ നാഷണൽ ആക്കാൻ എന്ത് ചെയ്താൽ മതി, ഡൊമസ്റ്റിക് നാഷണൽ ആക്കാൻ NFIA അഥവാ നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം അബ്രോഡ് പ്ലസ് ചെയ്യുക. നാഷണലിനെ ഡൊമസ്റ്റിക് ആക്കാൻ നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം അബ്രോഡ് പ്ലസ് ചെയ്യുക. എന്താണ് നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം അബ്രോഡ് എന്ന് പറഞ്ഞാൽ, വിദേശ രാജ്യത്ത് പോയിട്ട് ആളുകൾ ജോലി ചെയ്യുന്നുണ്ടാവും. ആ ജോലി ചെയ്ത ക്യാഷ് എന്ത് ചെയ്തു, നമ്മുടെ നാട്ടിലേക്ക് ഇന്ത്യയിലേക്ക് നമ്മൾ അയക്കുന്ന സമയത്ത് അതിനാണെന്ന് പറയുക നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം അബ്രോഡ് എന്ന് പറയുന്നത്, വിദേശത്തിൽ നിന്ന് വരുന്ന വരുമാനം. അപ്പോൾ നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം അബ്രോഡ് എന്ത് ചെയ്താൽ മതി, പ്ലസ് ചെയ്താൽ മതി. നാഷണൽ നേരെ തിരിച്ച് NNP നമുക്ക് തന്നിട്ടുണ്ട്, നമ്മളോട് GDP കാണാനാണ് പറഞ്ഞത് എങ്കിൽ, അഥവാ നാഷണലിനെ ഡൊമസ്റ്റിക് ആക്കാനാണ് എങ്കിൽ NFIA എന്ത് ചെയ്താൽ മതി, മൈനസ് ചെയ്താൽ മതി. ഇനി അടുത്തത് MP-നെ FC ആക്കണം, അഥവാ GDP-MP ഉണ്ട്, GDP-FC ഉണ്ട്. അഥവാ എന്ത് ചെയ്ത് MP എന്നുള്ളത് FC ആയിട്ടുണ്ട്, അഥവാ MP-നെ FC ആക്കാൻ എന്ത് ചെയ്താൽ മതി, NIT നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് എന്ത് ചെയ്താൽ മതി, മൈനസ് ചെയ്താൽ മതി. നേരെ തിരിച്ച് ഫാക്ടർ കോസ്റ്റിനെ മാർക്കറ്റ് പ്രൈസ് ആക്കാൻ എന്ത് ചെയ്താൽ മതി, നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് എന്ത് ചെയ്താൽ മതി, പ്ലസ് ചെയ്താൽ മതി. എന്താണ് ഡയറക്റ്റ് ടാക്സ് ഇൻഡയറക്റ്റ് ടാക്സ് തമ്മിലുള്ള വ്യത്യാസം? ഡയറക്റ്റ് ടാക്സിനെ ഇൻഡയറക്റ്റ് ടാക്സ് മൈനസ് ചെയ്താൽ സബ്സിഡിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതൊന്ന് മറിച്ച് നോക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കുക. നമുക്കൊരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഓക്കെ, ആ ക്വസ്റ്റ്യൻ എന്താണ്, GDP പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്. GDP-MP പ്ലസ് NFIA ഈക്വൽ ടു നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം അബ്രോഡ് പ്ലസ് ചെയ്യണമെങ്കിൽ എന്താണ് അവിടെ മനസ്സിലാക്കേണ്ടത്? NFIA എന്ന് പറയുന്നത് ഇവിടെയാണ്. NFIA പ്ലസ് ചെയ്യണമെങ്കിൽ ഇവിടെ എന്ത് വേണം, G എന്നുള്ളതിൽ മാറ്റം വരുത്തേണ്ട. അതിൻ്റെ അർത്ഥം NFIA മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ, G തന്നെ. D എന്നുള്ളത് എന്താണ്, ഡൊമസ്റ്റിക് എന്നുള്ളത് നാഷണൽ ആക്കുക. GNP-MP MP-ലൊന്നും മാറ്റം വരുത്താനില്ല, ആകെ NFIA ചെയ്യാനുള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് ഉത്തരം കിട്ടി, GNP-MP. അപ്പോൾ GNP-MP എന്നാണ് നമുക്ക് ഉത്തരം കിട്ടിയിട്ടുള്ളത്. അത്
എന്ത് ചെയ്തു ഓക്കെ ആണെന്ന് മനസ്സിലാക്കുക. GDP MP-നെ നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം അബ്രോഡ് പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ GNP MP കിട്ടും. അടുത്തത് നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ് അറ്റ് ഫാക്ടർ കോസ്റ്റ് ഡിപ്രിസിയേഷൻ. എന്താ ഡിപ്രിസിയേഷൻ ചെയ്തിട്ടുള്ളത്? പ്ലസ് ആണ് ചെയ്തിട്ടുള്ളത് അല്ലേ. ഡിപ്രിസിയേഷൻ പ്ലസ് ചെയ്യുമ്പോൾ എവിടെയാണ് ഡിപ്രിസിയേഷൻ പ്ലസ് ചെയ്യണമെങ്കിൽ നെറ്റിനെ എന്ത് ചെയ്യണം? നമുക്ക് ഉത്തരം കിട്ടേണ്ടത് ഗ്രോസ് ആക്കണം. നെറ്റിനെ ഗ്രോസ് ആക്കാൻ, അതാണ് ഡിപ്രിസിയേഷൻ പ്ലസ് ആണ് ചെയ്യുക. ഡിപ്രിസിയേഷൻ പ്ലസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എന്ത് ചെയ്യും? GNPFC എന്നാവും. ഓക്കെ, അടുത്തത് ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ് അറ്റ് ഫാക്ടറി കോസ്റ്റ് മൈനസ് ഡാഷ് ഈക്വൽ ടു NNPFC. ഇവിടെ NNPFC ആണ് ആയിട്ടുള്ളത്. NNPFC എന്ന് പറഞ്ഞാൽ FC-ൽ ഇവിടെ മാറ്റമില്ല, FC തന്നെയാണ്. ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? നെറ്റ് എന്നുള്ളത് ഗ്രോസ് ആയിട്ടുണ്ട് അല്ലേ. നെറ്റ് എന്നുള്ളത് ഗ്രോസ് ആയിട്ടുണ്ട്. നെറ്റിനെ ഗ്രോസ് ആക്കാൻ എന്ത് ചെയ്താൽ മതി? നെറ്റിനെ ഗ്രോസ് ആക്കാൻ എന്ത് ചെയ്താൽ മതി? ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? നെറ്റാണ് ആയിട്ടുള്ളത്. ഇവിടെ നെറ്റ് ആയിട്ടുണ്ട്. എന്തിൽ നിന്നാണ് നെറ്റ് ആയിട്ടുള്ളത്? ഗ്രോസിൽ നിന്നാണ് നെറ്റ് ആയിട്ടുള്ളത്. അപ്പോൾ ഗ്രോസിനെ നെറ്റ് ആക്കാൻ എന്ത് ചെയ്താൽ മതി? ഇവിടെ മൈനസ് ഓൾറെഡി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ മൈനസ് ഇട്ട് കൊടുത്തുകൊണ്ട് ഇവിടെ ഡിപ്രിസിയേഷൻ. ഓക്കെ, അടുത്തത് ഡാഷ് പ്ലസ് NIT നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് ഈക്വൽ ടു GDP MP. നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് എപ്പോഴാണ് പ്ലസ് ചെയ്യുക? നെറ്റ് എപ്പോഴാണ് പ്ലസ് ചെയ്യുക? ഇപ്പോൾ പ്ലസ് ചെയ്തിട്ടുണ്ട്. ഫാക്ടർ കോസ്റ്റിനെ മാർക്കറ്റ് പ്രൈസ് ആക്കാനാണ്. ഇവിടെ MP എന്നുള്ളത് എന്തായിട്ടുണ്ട്? MP എന്നുള്ളത് അപ്പോൾ എന്താവും? GDPFC എന്നാവും. എങ്ങനെ GDPFC ആയി? MP-നെ എന്ത് ചെയ്യണം? MP ആയിട്ടുണ്ട്. എങ്ങനെയാണ് MP ആയിട്ടുള്ളത്? FC-യിൽ നിന്നാണ് ആയിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയാണ്. ഓക്കെ, അടുത്തത് NDP MP ഡാഷ് ഈക്വൽ ടു NDPFC. NDP MP എന്നുള്ളത് FC ആയിട്ടുണ്ട്. MP FC ആവാൻ എന്താ ചെയ്യേണ്ടത്? NIT മൈനസ്. ഇവിടെ മൈനസ് ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. ഇവിടെ NIT ഇട്ട് കൊടുത്താൽ മതി. ഓക്കെ, അവസാനത്തത് GDP MP മൈനസ് ഡാഷ് പ്ലസ് ഡാഷ് ഈക്വൽ ടു NNP-MP. നമുക്ക് ഇനി നോക്കുക. ഇവിടെ GDP MP തന്നിട്ടുണ്ട്, NNP MP തന്നിട്ടുണ്ട്. MP മാറ്റം വന്നിട്ടില്ല. ഓക്കെ, ഇനി GDP എന്നുള്ളത് എന്തായിട്ടുണ്ട്? NNP ആയിട്ടുണ്ട്. അഥവാ ഗ്രോസ് എന്നുള്ളത് നെറ്റ് ആയിട്ടുണ്ട്. ഗ്രോസ് നെറ്റ് ആവാൻ എന്താ ചെയ്യുന്നത്? ഡിപ്രിസിയേഷൻ മൈനസ് ആണ് ചെയ്യാണ്ട്. അപ്പോൾ മൈനസ് ഇവിടെ ഉള്ളിടത്തോടുത്ത് എന്ത് ചെയ്യുക? ഡിപ്രിസിയേഷൻ. ഓക്കെ, അടുത്ത കഴിഞ്ഞ് പ്ലസ് കൂടെയും കൊടുത്തിട്ടുണ്ട്. എന്ത്? ഡൊമസ്റ്റിക് എന്നുള്ളത് നാഷണൽ ആയിട്ടുണ്ട്. ഡൊമസ്റ്റിക് എന്നുള്ളത് നാഷണൽ ആവാൻ എന്ത് ചെയ്യുന്നുണ്ട്? NFIA നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം അബ്രോഡ് അഥവാ പ്ലസ് കൊടുത്തിട്ടുണ്ട് NFIA. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. GDP ഗ്രോസിനെ നെറ്റ് ആക്കാനും നെറ്റിനെ ഗ്രോസ് ആക്കാനും ഡിപ്രിസിയേഷൻ പ്ലസും മൈനസ് ചെയ്താൽ മതി. അതുപോലെ തന്നെ ഡൊമസ്റ്റിക്കിനെ നാഷണൽ ആക്കാൻ NFIA പ്ലസ് ചെയ്താൽ മതി. നാഷണലിനെ ഡൊമസ്റ്റിക് ആക്കാൻ NFIA പ്ലസ് മൈനസ് ചെയ്താൽ മതി. MP-നെ FC ആക്കാൻ നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് മൈനസ് ചെയ്താൽ മതി. FC-നെ MP ആക്കാൻ നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് പ്ലസ് ചെയ്താൽ മതി. ഇത്രയും കാര്യങ്ങളാണ് സെക്കൻഡ് ചാപ്റ്ററിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും നല്ലതും മാത്രം വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.